അല്ലടാ ജിത്തെ, നീ എന്നും ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ, എന്നാ കാര്യം? എടാ, എന്നിട്ട് എന്താ ഗുണമുണ്ടാ? അറിയില്ല വേണോട്ടാ, എന്തെങ്കിലും ഒരിക്കൽ നല്ല സംഭവിക്കായിരിക്കും എന്നല്ലേ പ്രതീക്ഷയല്ല ഞാനില്ലേ. ഓള് വരുന്നുണ്ട്. ഇന്നെങ്കിലും നിന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു ഓളോട് കേട്ടോ. പറ. ഇനി ഞാൻ ഉറപ്പായിട്ടും പറയാട്ടാ, അത് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു വന്നതാ. പറഞ്ഞ നിനക്ക് നല്ലത്. എന്താ വേണോട്ടെ, ഇന്ന് പണിക്കൊന്നും പോയില്ലേ? ഇല്ല മോളെ, ഇന്ന് ലീവാക്കി. എന്നാ ഞാൻ പോട്ടെ. ശരി മോളെ. പോയി പറയണം നിന്റെ മനസ്സിലുള്ളത്. അയ്യോ, ഇന്ന് വേണ്ടാട്ടാ, നാളെ പറയാം. എടാ പൊട്ടാ, ഇതുപോലെ ഒരു ചാൻസ് ഇനി നിനക്ക് കിട്ടൂല. ഇപ്പൊ തന്നെ നീ പോയി പറ. പറയണമെന്നുണ്ട് ഏട്ടാ, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഉന്തോ, നീ പോയി പറയണം അവിടുന്ന്. ഇന്ന് വേണ്ടേട്ടാ, നാളെ എന്തായാലും പോയിട്ട് നമുക്ക് പറയാം. നിനക്കല്ലേ പറയാൻ പേടി, ഞാൻ പോയി പറയാം. വേണ്ട, ഞാൻ നാളെ ഉറപ്പായാലും പറഞ്ഞോളൂ. നാളെ എന്ന് പറയാം. ഇതെന്നാ ലോട്ടറി കച്ചോടാ? മായ മോളെന്നാ അവിടെ നിന്ന്. എന്താ വേണോട്ടാ? എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. കാര്യം എന്താന്ന് വെച്ചാ പറ വേണോട്ടാ. എനിക്കല്ല, അവന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആണോ? എന്നാ വന്ന് പറയാൻ പറ. അത് മോളെ, അവന് നിന്നോട് പറയാനൊരു മടി. എന്നാ പിന്നെ നിങ്ങൾക്ക് കാര്യം അറിയെങ്കിൽ പറ. അത് മോളെ, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ നല്ല പയ്യനാ, തരക്കേടില്ലാത്ത ജോലിയുണ്ട്, കുടുംബം നന്നായിട്ട് നോക്കുന്നവനാ, അതിനിപ്പോ എന്താ? നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ. ഇതെനിക്കും അറിയാം. വളച്ചു കെട്ടില്ലാണ്ട് കാര്യം പറ വേണോട്ടാ. മോളെ, അവന് നിന്നെ ഇഷ്ടാ. ആണോ? ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിലേ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റ് ആദ്യം കാണിക്കണം. അത് മോളെ, ഇഷ്ടം തുറന്നു പറയാൻ പേടിയുള്ള ഇയാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും വേണോട്ടാ? വേണോട്ടാ, അയാൾക്ക് എന്നോട് നേരിട്ട് പറയാനുള്ള ചങ്കുറപ്പ് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എന്നാ ഞാൻ പോവാ. ഋഷിക, നീ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ അശ്വതിന്റെ വീട് വരെ പോവാ ചേച്ചി. എടാ, അവക്ക് നിന്നെ ഇഷ്ടാ. എടാ, പക്ഷെ അത് പരസ്പരം തുറന്നു പറയാണ്ടിരുന്ന എങ്ങനെയാ? ഞാൻ എന്നാ പോയിട്ട് വരാം ചേച്ചി. ശരി മോളെ. എനിക്ക് നല്ല ചങ്കുറപ്പും തൻ്റെ ഇടമുണ്ട്. സുന്ദരി പൂർണ്ണന്റെ കൂടെ അവനോട് പോകാൻ പറ, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. എന്താ, പോകല്ലേ?
ആ ആ ആ അമ്മോ എന്താടാ ഇത്ര ഇല്ലടോ നീയൊക്കെ? എനിക്ക് സ്നേഹിക്കുന്ന പൊണ്ണോട് ഇഷ്ടം തുറന്നു പറയാനേ പേടിയുള്ളൂ. അത് നീ വിചാരിക്കുന്ന പോലത്തെ പേടിയല്ല. അത് നീ അറിയണമെങ്കിൽ ആത്മാർത്ഥമായിട്ടൊരു പൊന്നെ സ്നേഹിച്ചു നോക്കണം. അപ്പം മനസ്സിലാവും ഒരാളെ കള്ളത്താടി വിട്ടോ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ആരെങ്കിലും ഉപദ്രവിച്ച അതിനെതിരെ പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം ചങ്കർപ്പുണ്ടാ. മനസ്സിലായണ്ണ മനസ്സിലായി മനസ്സിലായണ്ണ. ഇനി നേരെ കാണാൻ പാടില്ല കേട്ടാ. ഇയാളോട് എനിക്കും ഇഷ്ടം തോന്നിയിട്ട് കുറെ നാളായി. സത്യം? എന്നോട് ഇങ്ങോട്ട് പറയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നതാ. ഇയാളെന്നാ എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കും.